അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റിയ ചൈനീസ് നടപടിയിൽ അതിരൂക്ഷ വിമർശനവുമായി ഇന്ത്യ. ചൈനയുടെ നടപടിയെ ബുദ്ധിശൂന്യമായ ശ്രമമെന്ന് വിമർശിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പേര് മാറ്റാൻ ചൈന ശ്രമിച്ചാലും യാഥാർത്ഥ്യത്തിന് മാറ്റമുണ്ടാകില്ലെന്നും ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിന്റെ പേര് മാറ്റാനുള്ള ചൈനീസ് നടപടി ബുദ്ധിശൂന്യമായ ശ്രമമാണ്. ഇന്ത്യ അതിനെ ശക്തിയുക്തം എതിർക്കുന്നു. കണ്ടുപിടിച്ച പേരുകൾ നൽകുന്നതിലൂടെ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന യാഥാർത്ഥ്യം മാറില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസമാണ് അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകി ചൈന 4ാം പട്ടിക പുറത്തിറക്കിയത്. ഇന്ത്യയുടെ കടുത്ത എതിർപ്പ് നിലനിൽക്കെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും വീണ്ടും നടപടി ഉണ്ടായത്. ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെ പേരുകൾ മാറ്റാൻ ചൈന നേരത്തെയും ശ്രമിച്ചിരുന്നു. തുടർന്ന് 2021 15 സ്ഥലങ്ങളുടെയും 2023 11 സ്ഥലങ്ങളുടെയും പേര് മാറ്റി ചൈന പട്ടിക പുറത്തുവിട്ടിരുന്നു. ചൈനയുടെ പ്രാദേശിക അവകാശവാദങ്ങൾക്കും പരമാധികാര അവകാശങ്ങൾക്കും ഹാനികരമായേക്കാവുന്ന വിദേശ ഭാഷകളിലെ പേരുകൾ നേരിട്ട് ഉദ്ധരിക്കുകയോ അനുമതിയില്ലാതെ വിമർത്തനം ചെയ്യുകയോ ചെയ്യരുതെന്ന ചൈനീസ് ഭരണഘടനയിലെ അനുച്ഛേദം 13 പ്രകാരമാണ് നടപടിയെന്നാണ് വിവരം. മെയ് 1 മുതൽ പുതിയ പേരുകൾ നിലവിൽ വരും. ചൈനീസ് നടപടിയിൽ പ്രതികരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അരുണാചൽ പ്രദേശ് ഇപ്പോഴും എപ്പോഴും ഇന്ത്യയുടെ ഭാഗമായി തുടരുമെന്ന് വ്യക്തമാക്കി. നിങ്ങളുടെ വീടിന്റെ പേര് ഞാൻ മാറ്റിയാൽ അത് എന്റേതാകുമോ? അരുണാചൽ പ്രദേശ് ഇന്ത്യൻ സംസ്ഥാനമാണ്. അത് ഭാവിയിലും അങ്ങനെ തന്നെ നിലനിൽക്കും. പേര് മാറ്റിയാൽ ഒന്നും നേടാനാവില്ല, എസ് ജയശങ്കർ പറഞ്ഞു. കഴിഞ്ഞ മാസം 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുണാചൽ പ്രദേശ് സന്ദർശനത്തിന് പിന്നാലെ ചൈന അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. 13,000 അടി ഉയരത്തിൽ നിർമ്മിച്ച സലാ തുരങ്കം നാടിന് സമർപ്പിക്കാൻ എത്തിയതായിരുന്നു മോദി. ഇതിനു പിന്നാലെ രംഗത്തെത്തിയ ചൈന പ്രദേശത്തിന് അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ ഇടപെട്ട US അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അരുണാചൽ പ്രദേശ് എന്നും ഇന്ത്യയുടെ സംസ്ഥാനമായിരിക്കും. പേരുകൾ മാറ്റുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. 12 പർവ്വതങ്ങൾ, 4 നദികൾ, ഒരു തടാകം, ഒരു ചുരം, 11 താമസ സ്ഥലങ്ങൾ, ഒരു ഭൂപ്രദേശം എന്നിവയുടെ പേരുകളാണ് ചൈന മാറ്റിയത്. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് അരുണാചലിലെ 30 ഇടങ്ങളിലെ പേരുകൾ ചൈന മാറ്റിയത്. ചൈനീസ് സിവിൽ കാര്യ മന്ത്രാലയമാണ് സ്ഥലങ്ങളുടെ പേര് മാറ്റിക്കൊണ്ടുള്ള പട്ടിക ആദ്യം പുറത്തുവിട്ടത്. ചൈനീസ് സ്റ്റേറ്റ് മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുണാചൽ സന്ദർശനത്തിന് പിന്നാലെയാണ് ചൈനയുടെ നടപടി. ഒപ്പം മോദിയുടെ അരുണാചൽ സന്ദർശനത്തെ ചൈന രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. പുതിയ പേരുമാറ്റത്തോടെ ഈ സ്ഥലങ്ങൾ 2024 അവസാനത്തോടെ ചൈനയുടെ ഔദ്യോഗിക ഭൂപടത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് വിവരം. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ഒന്നായ അരുണാചൽ പ്രദേശിലെ ഒരു പ്രത്യേക മേഖലയെ സംഗ്നാൻ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്ന ചൈന ഈ പ്രദേശം ദക്ഷിണ ടിബറ്റിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെട്ടിരുന്നു. അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിൽ എന്നും കൃത്യമായ സ്ഥിരതയുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളതെന്നും ചൈന നടത്തുന്നത് അസംബന്ധ വാദങ്ങൾ മാത്രമാണെന്നും വിദേശകാര്യ മന്ത്രാലയം മുമ്പേ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്.